പ്ലസ് ടുവിൽ നിങ്ങൾ സയൻസ് സ്ട്രീമോ കോമേഴ്സ് സ്ട്രീമോ ആയിക്കോട്ടെ, പ്ലസ് ടുവിന് ശേഷം നിങ്ങൾക്ക് ലോകത്തിലെ ഏറ്റവും മികച്ച പ്രതിഫലം ലഭിക്കുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഒരു പ്രൊഫഷണൽ കോഴ്സിന്റെ ഒരു അപ്ഡേറ്റ്സ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ കൂടി ഒന്ന് ഷെയർ ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണാം. ദെൻ ആദ്യം തൊട്ട് അവസാനം വരെ കണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ എന്താണ് പറയുന്നത് എന്നുള്ളൊരു കറക്റ്റ് ഐഡിയ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ലോകത്തിൽ ഏറ്റവും പ്രതിഫലം ലഭിക്കുന്ന ജോലികളെ കുറിച്ച് ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ ആദ്യം കാണുന്ന ഒന്നായിരിക്കും ആക്ച്വറി എന്നുള്ളത്. അതായത് കണക്ക്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്നിവയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച പ്രൊഫഷണൽ കോഴ്സുകളിൽ ഒന്നാണ് ഈ പറയുന്ന കോഴ്സ്. എന്താണ് ആക്ച്വറിയൽ സയൻസ്? പലരും ഇത് വെറും ഒരു കണക്കോ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സോ ആണെന്ന് കരുതാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ആക്ച്വറിയൽ സയൻസ് എന്നത് റിസ്കുകളെ കുറിച്ചുള്ള ഒരു പഠനമാണ്. ഇപ്പൊ ഭാവിയിൽ നമുക്ക് സംഭവിക്കാനിടയുള്ള അപകട സാധ്യതകൾ മുൻകൂട്ടി കാണുകയും അവയുടെ സാമ്പത്തിക ആഘാതം കണക്കുകൂട്ടുകയും ചെയ്യുക എന്നതാണ് ഒരു ആക്ച്വറിയുടെ പ്രധാന ജോലി അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഒരു ഇൻഷുറൻസ് മേഖലയിലെ പ്രവർത്തനം നമുക്ക് എടുക്കുകയാണെങ്കിൽ, എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് കറക്റ്റ് നിങ്ങൾക്ക് വ്യക്തമാവും. അതായത് നിങ്ങളൊരു ഇൻഷുറൻസ് എടുക്കുമ്പോൾ കമ്പനികൾ നിങ്ങൾക്ക് ഒരു നിശ്ചിത തുക പ്രീമിയമായിട്ട് നിശ്ചയിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ പ്രായം അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് വൈസുള്ള നിങ്ങളുടെ ഒരു ആരോഗ്യസ്ഥിതി, പുകവലിക്കുന്ന ശീലമുണ്ടോ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, നിങ്ങളുടെ കുടുംബത്തിലെ മെഡിക്കൽ ഹിസ്റ്ററി, ഇവയെല്ലാം പരിശോധിച്ച ശേഷമാണ് ഈ ഒരു തുക നിശ്ചയിക്കുന്നത്. അപ്പോൾ ഓരോ ഘടകത്തിലും എത്രത്തോളം റിസ്ക് ഉണ്ടെന്നും അതനുസരിച്ച് എത്ര രൂപ പ്രീമിയം ഈടാക്കണമെന്നും കണക്ക് കൂട്ടുന്നത് ഈ ഒരു ആക്ച്വറിയാണ്. ഇത്തരത്തിൽ കൃത്യമായിട്ട് കണക്ക് കൂട്ടലുകൾ നടത്തുന്നതിലൂടെ മാത്രമേ നിങ്ങൾക്ക് ഇൻഷുറൻസ് കമ്പനികൾക്ക് ലാഭകരമായിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ പഠനത്തിന്റെ ഒരു കാഠിന്യം നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രയാസമേറിയുള്ള പരീക്ഷകളായ UPSC, അതുപോലെ CA, IIT എന്നിവയെക്കാളൊക്കെ കഠിനമാണ് ആക്ച്വറിയൽ സയൻസ് പൂർത്തിയാക്കുക എന്നത്. ഇന്ത്യയിലെ 16 കണക്കിന് ആളുകൾ ഈ ഒരു പരീക്ഷ എഴുതുന്നുണ്ടെങ്കിലും മുഴുവൻ പേപ്പറുകളും പാസ്സായവർ വളരെ കുറവാണ്. ഏകദേശം ഒരു 600 താഴെ ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ ഇതിന്റെ എല്ലാ പേപ്പറുകളും പാസ്സാകുന്നതുവരെ കാത്തിരിക്കേണ്ടതില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത കൂടി. ഏതാനും പേപ്പറുകൾ നിങ്ങൾ പാസ്സാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബാങ്കുകളിലും അല്ലെങ്കിൽ അതുപോലെയുള്ള ഇൻഷുറൻസ് കമ്പനികളിലെല്ലാം നിങ്ങൾക്ക് ജോലി ലഭിച്ചു തുടങ്ങും. അപ്പോൾ ജോലി ചെയ്തുകൊണ്ട് തന്നെ ബാക്കിയുള്ള എക്സാംസുകൾ എഴുതി നിങ്ങൾക്ക് പൂർത്തിയാക്കാം. രണ്ട് പ്രധാന കാര്യങ്ങൾ, പ്രധാനമായിട്ട് രണ്ട് രീതിയിലാണ് ഈ ഒരു കോഴ്സ് ചെയ്യാവുന്നത്. ഒന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആക്ച്വറീസ് ഓഫ് ഇന്ത്യയിലും, അല്ലെങ്കിൽ രണ്ടാമത്തത് UK ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഫാക്കൽറ്റി ഓഫ് ആക്ച്വറീസ് വഴിയും നിങ്ങൾക്ക് ഇതിനകത്ത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഓപ്റ്റ് ചെയ്യാം. ഇതിൽ കൂടുതൽ പേരും ഓപ്ഷൻ എടുക്കുന്നത് UK ആണ്. കാരണം ഇതിന്റെ പരീക്ഷ രീതികളും അല്ലെങ്കിൽ പാസിംഗ് റേറ്റും വിദ്യാർത്ഥികൾക്ക് അത് കൂടുതൽ സൗകര്യമാണ്. ഇതിനുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് UG ആണെങ്കിൽ +2 തലത്തിൽ നിങ്ങൾ മാത്തമാറ്റിക്സിൽ ഒരു പ്രധാന വിഷയം നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. ചില സ്ഥാപനങ്ങളിൽ കുറഞ്ഞത് ഒരു 65% മാർക്ക് അത്യാവശ്യമാണ്. ഇനി PG റിലേറ്റഡ് നോക്കുകയാണെങ്കിൽ കണക്ക്, സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫിനാൻസ് എന്നിവയിൽ നിങ്ങൾ ബിരുദം നേടിയിട്ടുണ്ടായിരിക്കണം. ആക്ച്വറിയൽ സയൻസ് പഠിക്കാൻ നോർമലി ഗണിതശാസ്ത്രം നിർബന്ധമാണ്. പക്ഷേ നോൺ മാത്തമാറ്റിക്സ് ബാക്ക്ഗ്രൗണ്ടിലുള്ളവർക്ക് ഇത് പഠിക്കാൻ പ്രയാസമായിരിക്കും. പല ബിരുദ കോഴ്സുകളിലേക്കും മെറിറ്റ് അടിസ്ഥാനത്തിലാണ് പ്രവേശനം ലഭ്യമാകുന്നത്. എന്നാൽ MBA തലത്തിലുള്ള കാറ്റ്, മാറ്റ്, എക്സാറ്റ്, ZMAT തുടങ്ങിയ പരീക്ഷകൾ എഴുതേണ്ടതുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആക്ച്വറീസ് ഓഫ് ഇന്ത്യയിലെ IAയിലെ മെമ്പർഷിപ്പിനായിട്ട് നിങ്ങൾ ആക്ച്വറൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ് എന്ന പരീക്ഷ എഴുതാവുന്നതാണ്. മെയിനായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അമിത് യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, ക്രിസ്റ്റി യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ, അതുപോലെ തന്നെ മുംബൈ യൂണിവേഴ്സിറ്റി, IIRM ഹൈദരാബാദ്, ഇത്രയും യൂണിവേഴ്സിറ്റികൾ നമുക്ക് ചെയ്യാം. അപ്പം യോഗ്യതയും നിങ്ങളുടെ പരീക്ഷാ രീതിയും 12ാം ക്ലാസ് കഴിഞ്ഞവർക്ക് ഈ ഒരു കോഴ്സിന് അപേക്ഷിക്കാം. മാത്സ് 12ാം ക്ലാസ്സിൽ കുറഞ്ഞത് ഒരു 85% മാർക്ക് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. സ്റ്റാറ്റിസ്റ്റിക്കൽ മികച്ച അറിവുള്ളവർക്ക് ഈ മേഖലയിൽ തിളങ്ങാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ ആകെ 13 പരീക്ഷകളാണ് ഇതിലുള്ളത്. ഇവ 4 ഘട്ടങ്ങളായിട്ടാണ് തിരിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു വർഷം ഏപ്രിൽ, സെപ്റ്റംബർ മാസങ്ങളിലും 2 തവണ പരീക്ഷാ വിൻഡോകൾ ലഭ്യമാണ്. അപ്പോൾ 5 വർഷം കൊണ്ട് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് പൂർത്തിയാക്കാം. തുടക്കക്കാരന് ചിലപ്പോൾ പ്രതിവർഷം 5 മുതൽ ഒരു 6 ലക്ഷം വരെയൊക്കെ സാലറീസ് ലഭിക്കാനുള്ള ഒരു സ്കോപ്പ് നമുക്ക് ഇതിനകത്തുണ്ട്. അപ്പോൾ പരീക്ഷകൾ പൂർത്തിയാക്കുന്നതിനും അത് നമുക്ക് അനുഭവ പരിചയത്തിനും അനുസരിച്ച് നമ്മുടെ സാലറികളെല്ലാം തന്നെ കൂടാനായിട്ടുള്ള ചാൻസസുകളുണ്ട്. ബാങ്കുകൾ, അതുപോലെ ഇൻഷുറൻസ് കമ്പനികൾ, മൾട്ടിനാഷണൽ കമ്പനികൾ എന്നിവിടങ്ങളെല്ലാം തന്നെ ഈ ആക്ച്വറികൾക്ക് വലിയ ആവശ്യകതയുണ്ട്. അപ്പോൾ കഠിനാധ്വാനം ചെയ്യാൻ നിങ്ങൾ തയ്യാറുള്ളവർക്ക് വലിയ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്ന ഒരു ജോബ് കൂടിയാണിത്.
ജോലി ഓപ്പണിങ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വറിയൽ അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാം, റിസ്ക് മാനേജറായിട്ട് വർക്ക് ചെയ്യാം, ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ച്വറി ആയിട്ട് വർക്ക് ചെയ്യാം, പെൻഷൻ ആക്ച്വറി ആയിട്ട് വർക്ക് ചെയ്യാം. അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇതിനകത്ത് പ്രധാന നമുക്ക് തൊഴിൽ ലഭിക്കുന്ന കാറ്റഗറി എന്ന് പറഞ്ഞാൽ LIC വഴിയോ അല്ലെങ്കിൽ HDFC വഴിയോ ദെൻ മാക് ലൈഫ് ഇൻഷുറൻസ് വഴിയോ ഒക്കെയാണ് നമുക്ക് മെയിനായിട്ട് ഇതിലേക്കുള്ള അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.